إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ബഹുമാന്യരായിട്ടുള്ള വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, സർവ്വലോക രക്ഷിതാവും അളവറ്റ ദയാപരനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ മാർഗനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പ്രത്യേകം സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ ഏവരെയും ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ യഥാർത്ഥ ഇബാദുകളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ശ്രേഷ്ഠകരമായിട്ടുള്ള സുദിനങ്ങളിലൂടെയാണ് വിശ്വാസി സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിനരാത്രങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പ്രത്യേകം സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ള, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മഹത്വം കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചിട്ടുള്ള ഏറെ ശ്രേഷ്ഠകരമായ പുണ്യകരമായിട്ടുള്ള ദിനരാത്രങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഹജ്ജിന്റെ മനാസിക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു. 25 ലക്ഷത്തോളം വിശ്വാസികൾ, ലോകവിശ്വാസികൾ ആ മിനയിൽ തമ്പടിക്കുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു ദൃശ്യമാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ മനസ്സും ഒക്കെ അവരോടൊപ്പം ഉണ്ട്. നമ്മുടെ പ്രാർത്ഥനയിൽ അവരുണ്ടാകണം. നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഹജ്ജിന് പോയിട്ടുള്ള നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഖ്ബൂലും മബ്റൂറുമായിട്ടുള്ള ഹജ്ജ് കർമ്മം നിർവഹിച്ച് പരിപൂർണ ആഫിയത്തോടുകൂടി നമ്മിലേക്ക് വന്നു ചേരുവാനുള്ള വലിയ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും ആ ഹജ്ജ് കർമ്മത്തിനും ഉംറ കർമ്മത്തിനൊക്കെയുള്ള അവസരം നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഏറ്റവും ഈ ശ്രേഷ്ഠകരമായിട്ടുള്ള സുദിനങ്ങളുടെ മുന്നോട്ട് പോകുമ്പോൾ അതിലേറെ മഹത്വമുള്ള ഒരു ദിവസത്തിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്. നമുക്കറിയാം,
ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് അറഫ സംഗമം എന്നുള്ളത്. അൽ ഹജ്ജു അറഫ എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ഹജ്ജ് എന്ന് വെച്ചാൽ അത് അറഫയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രവുമല്ല, ആ ദുൽഹിജ്ജ 9 അറഫ ദിനമെന്നുള്ളത് അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രദ്ധേയമാണ്, ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പുണ്യമുള്ള മഹത്വമുള്ള ദിവസമാണ് ആ ദുൽഹിജ്ജ 9 അറഫ ദിനമെന്നുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് പ്രത്യേകതകൾ, ഒരുപാട് മഹത്വം ആ അറഫ ദിനത്തിന് നമുക്ക് പഠിപ്പിച്ചു തന്നത് കാണുവാൻ സാധിക്കും. ഒന്നാമതായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, പരിശുദ്ധ ഇസ്ലാമിൻ്റെ പൂർത്തീകരണം നടന്ന ദിവസമാണ് ആ ദുൽഹിജ്ജ 9 അറഫ ദിനമെന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്തു മാഇദയുടെ 3-ാമത്തെ വചനം അവതരിപ്പിക്കുന്നത് ആ അറഫയിൽ വെച്ചിട്ടാണ്. ഒരു വെള്ളിയാഴ്ച അറഫയിൽ വെച്ചിട്ടാണ് ഈ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു മാഇദയിലെ 3-ാമത്തെ വചനം ഇറങ്ങുന്നത്. ആ വചനമാണ് ആമുഖമായി കൊണ്ട് നിങ്ങളെ കേൾപ്പിച്ചത്. നമുക്ക് ഏവർക്കും സുപരിചിതമായിട്ടുള്ള വചനമാണ്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അല്ലേ? അൽ യൗമ, ഇന്നേ ദിവസം, അതായത് ആ ദിവസം അറഫയുടെ ദിവസം, അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ മതത്തെ ഞാനിതാ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹത്തെ ഞാനിതാ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ മതമായി കൊണ്ട് നിങ്ങൾക്കിതാ ഞാൻ തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ആയത്തിറങ്ങിയിട്ടുള്ള ദിവസമാണ് ആ അറഫ ദിനം, ദുൽഹിജ്ജ 9 എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദിവസത്തിന്റെ മഹത്വം എത്രമാത്രമാണെന്നറിയോ? ഇത് കേട്ടിട്ട് ഈ ഒരു വചനത്തെ പറ്റിയിട്ട്, ഈ വചനം ഇറങ്ങിയപ്പോ ജൂതന്മാരായിട്ടുള്ള ആളുകള് മഹാനായിട്ടുള്ള ഉമർ അള്ളാന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്, യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ആയത്തും ഫീ കിതാബിക്കും തഖറഊനഹാ ലൗ അലൈനാ മഅ്ശറൽ യഹൂദി നസലത് ലത്തഖദ്നാ ദാലികൽ യൗമ ഈദാ. ഈ ആയത്ത് കേട്ടിട്ട്, ഈ ആയത്ത് കണ്ടിട്ട് ജൂതന്മാരായിട്ടുള്ള ആളുകള് ഉമർ ഖാൻ അടുക്കൽ വന്നിട്ട് പറയാണ്, യാ അമീറുൽ മുഅ്മിനീൻ, ആയത്തും ഫീ കിതാബിക്കും, നിങ്ങളുടെ ഗ്രന്ഥത്തിൽ ഒരു ആയത്തുണ്ടല്ലോ, തഖറഊനഹ, നിങ്ങൾ പാരായണം ചെയ്യുന്ന നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ ഒരു വചനമുണ്ടല്ലോ. അതേതാ വചനം? ഈ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും എന്നുള്ള ദീൻ പൂർത്തീകരിച്ചുകൊണ്ട് അള്ളാഹു ഇറക്കിയിട്ടുള്ള ഈ വചനം. എന്നിട്ട് ആ ജൂതൻ പറയുകയാണ്, ലൗ അലൈനാ മഅ്ശറൽ യഹൂദ്, ഇതെങ്ങാനും ജൂതന്മാർക്ക് അവതരിപ്പിക്കപ്പെട്ടതാണെങ്കിൽ നസലത് ലത്തഖദ്നാ ദാലികൽ യൗമ ഈദാ, ആ ദിവസത്തെ ഞങ്ങൾ ഈദിന്റെ ആഘോഷത്തിന്റെ ദിവസമാക്കുമായിരുന്നു എന്ന് മഹാനായിട്ടുള്ള ഉമർ ഖാൻ അടുക്കൽ വന്നുകൊണ്ട് പറയാണ്. അതിന് ഉമർ ഖാൻ കൊടുത്ത മറുപടി, ഖദ് അറഫ്നാ ദാലികൽ യൗമ വൽ മകാന അല്ലദീ നസലത് ഫീഹി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ഖായിമുൻ ബി അറഫ യൗമ ജുമുഅ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദ് അറഫ്നാ ദാലികൽ യൗം, ഞങ്ങൾക്ക് നന്നായിട്ട് ബോധ്യമുണ്ട് ആ ദിവസത്തെ, വൽ മക്കാൻ, ആ സ്ഥലത്തെയും ആ ആയത്ത് അവതരിച്ച സ്ഥലത്തെയും ഞങ്ങൾക്ക് കൃത്യമായി കൊണ്ടറിയാം. അല്ലദീ നസലത് ഫീഹി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂറത്ത് മാഇദയുടെ 3-ാമത്തെ വചനം അവതരിപ്പിക്കപ്പെട്ട ആ സ്ഥലവും ആ ദിവസവും ഞങ്ങൾക്ക് കൃത്യമായി കൊണ്ടറിയാം. വഹുവ ഖായിമുൻ ബി അറഫ, പ്രവാചകൻ ആ സമയത്ത് അറഫയിൽ നിൽക്കുകയായിരുന്നു. യൗമ ജുമുഅ, ഒരു വെള്ളിയാഴ്ച ദിവസവുമായിരുന്നു എന്ന് മഹാനായിട്ടുള്ള ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നോക്കൂ, നിങ്ങൾ
ജൂതന്മാർ അത് ആഘോഷമാക്കി മാറ്റുമായിരുന്നു എന്ന് പറയുകയാണ്. നമുക്ക് ഏതായാലും അത് ആഘോഷമാക്കി മാറ്റാൻ സാധിക്കില്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് 2 ആഘോഷമാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ഈ ചില പുത്തൻ ആചാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് കൂടി ഇതിലൊരു പാഠം പഠിക്കാനുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, മറ്റൊന്ന് ഈ അറഫ ദിനത്തിന്റെ പ്രത്യേകതയായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സത്യം ചെയ്ത ദിവസമാണ് അറഫ ദിനം എന്നുള്ളത്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സത്യം ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ അത് മഹത്വമുള്ളതാണ്. അള്ളാഹു പ്രത്യേകം സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകം മഹത്വമുള്ള കാര്യമാണ്. ആ കൂട്ടത്തിൽ സൂറത്ത് ബുറൂജിലെ 3-ാമത്തെ വചനം വശാഹിദിൻ വമഷ്ഹൂദ് എന്നുള്ള വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അൽ യൗമുൽ മൗഊദ് എന്ന് പറഞ്ഞാൽ യൗമുൽ ഖിയാമയാണ്. വാഗ്ദത്ത് നൽകപ്പെട്ട ദിനം അത് ഖിയാമത്ത് നാളാണ്. വൽ യൗമുൽ മഷ്ഹൂദ്, യൗമുൽ മഷ്ഹൂദ് എന്ന് പറഞ്ഞാൽ അത് യൗമു അറഫ, അറഫ ദിനമാണ്. വശാഹിദ്, ഷാഹിദ് എന്ന് പറഞ്ഞാൽ യൗമുൽ ജുമുഅയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക. അപ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്ത് ബുറൂജിൽ അല്ലാഹു അവിടെ വശാഹിദിൻ വമഷ്ഹൂദ് എന്ന് പ്രയോഗിച്ചത് അത് യൗമു അറഫയാണ് എന്ന് നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയാണ്. അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു വശഫഇ വൽ വത്ർ, സൂറത്തുൽ ഫജ്റിന്റെ 3-ാമത്തെ വചനം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായിട്ടുള്ള ഇബ്നു അബ്ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുകയാണ്, അഷ്ഫഉ എന്ന് വെച്ചാൽ യൗമുൻ നഹർ, ഇരട്ട എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൗമുൻ നഹർ, അത് ബലിപെരുന്നാളിന്റെ സുദിനമാണ്. വൽ വത്ർ, ആ ഒറ്റ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യൗമു അറഫ, അറഫ ദിനമാണ് എന്ന് മഹാനായിട്ടുള്ള തഫ്സീറുകൾ, തഫ്സീർ തൊബ്രിയിലൊക്കെ നമുക്കത് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വലയാലിൻ അശ്ർ എന്ന് അല്ലാഹു സൂറത്ത് ഫജ്റിലെ 2-ാമത്തെ വചനത്തിൽ സത്യം ചെയ്ത് പറഞ്ഞ ആ 10 ദിനരാത്രങ്ങളെ പറ്റിയിട്ടും തഫ്സീറുകളിൽ കാണാൻ സാധിക്കുന്നത് അത് ദുൽഹിജ്ജയിലെ 1 മുതൽ 10 വരെയുള്ള സുദിനങ്ങളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞ ആ ഒരു ദിവസം കൂടിയാണ് ഈ അറഫ ദിനം എന്നുള്ളത് നമ്മൾ അതിന്റെ മഹത്വമായി കൊണ്ട് തിരിച്ചറിയുക. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, അറഫ ദിനത്തിന്റെ മറ്റൊരു പ്രത്യേകത, അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ് അറഫ ദിവസം. നരകക്കാരായിട്ടുള്ള അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകുന്ന ഒരുപാട് ആളുകളെ സ്വർഗക്കാരാക്കി മാറ്റുന്ന ദിവസമാണ് ആ അറഫ ദിനമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതികല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. ഇമാം മുസ്ലിമിന്റെ ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂൽ പറയാ, മാ മിൻ യൗമിൻ, മറ്റൊരു ദിവസവും തന്നെയില്ല, അക്സറ മിൻ അൻ യുഅതികല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫയേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ആളുകളെ, നരകക്കാരായിട്ടുള്ള ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന അറഫയേക്കാൾ ശ്രേഷ്ഠകരമായിട്ടുള്ള മറ്റൊരു സുദിനവും ഇല്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, അറഫ എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ആ നരകക്കാരായിട്ടുള്ള ആളുകളെ സ്വർഗത്തിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ദിവസം കൂടിയാണ്. നല്ല ശ്രദ്ധയോടുകൂടിയാണ് ഈ ദിവസങ്ങളിൽ നാം പ്രത്യേകിച്ച് മുന്നോട്ട് പോകേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, അറഫയിൽ സംഗമിക്കുന്നവരെ പറ്റിയിട്ട് അള്ളാഹു അഭിമാനം കൊള്ളുന്ന ഒരു ദിവസമാണ്. അള്ളാഹു അഭിമാനം കൊള്ളുന്ന ഒരു ദിവസമാണ് അറഫ ദിനം. നോക്കൂ നിങ്ങൾ, മഹാനായിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നല്ലാഹ അസ്സ വജല്ല യുബാഹിൽ മലായികത ബി അഹ്ലി അറഫാത്ത് യഖൂലു ഉൻദുറൂ ഇലാ ഇബാദി ശുഅസൻ ഉബ്റാം. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുക, ഇന്നല്ലാഹ അസ്സ വജല്ല, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല യുബാഹി അൽ മലായികത ബി അഹ്ലി അറഫ, ആ അറഫയിൽ സംഗമിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് വരുന്ന ആളുകളെ കൊണ്ട് അള്ളാഹു ഇങ്ങനെ അഭിമാനം കൊള്ളുമെന്ന്. ആരോട്? മലക്കുകളോട്. വാനലോകത്തുള്ള മലക്കുകളോട്, മലക്കുകൾക്കിടയിൽ വെച്ച് ആ വിശ്വാസികളെ കണ്ടിട്ട് അള്ളാഹു അഭിമാനം കൊണ്ട് പറയും, ഉൻദുറൂ ഇലാ ഇബാദി ശുഅസൻ ഉബ്റ. നോക്കൂ നിങ്ങൾ, എന്റെ അടിമകൾ,
എന്റെ അടിമകളെ നോക്ക്, നിങ്ങൾ എന്തൊരു പ്രയാസപ്പെട്ടുകൊണ്ട്, ജട പിടിച്ചവരായിക്കൊണ്ട്, പൊടി പിടിച്ചവരായിക്കൊണ്ട് അവരിതാ ആ അറഫയിൽ സംഗമിച്ചിരിക്കുന്നത്. അള്ളാഹു ഇങ്ങനെ ആ വിശ്വാസികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മലക്കുകളോട് അഭിമാനം കൊള്ളുന്ന ദിവസമാണ് അറഫ ദിനമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, എന്തൊരു മാത്രം ശ്രേഷ്ഠകരമായിട്ടുള്ള പുണ്യകരമായിട്ടുള്ള സുദിനമാണ്. അതോടൊപ്പം തന്നെ അള്ളാഹു അടിമകളിലേക്ക് ഏറ്റവും അടുത്തു വരുന്ന ഒരു സുദിനമാണ് അറഫ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ ഒരു പ്രവാചകന്റെ ഹദീസിൽ കാണാൻ കഴിയും, മാമിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതികല്ലാഹു ഫീ അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ വഇന്നഹു ലയദുനു സുമ്മ യുബാഹി ബിഹിമുൽ മലായിക ഫയഖൂലു മാ അറാദ ഹഉലായി. അതെ, നമ്മൾ പറഞ്ഞു അള്ളാഹു ഏറ്റവും കൂടുതൽ നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കും. എന്നിട്ട് പ്രവാചകൻ പറയാണ്, വഇന്നഹു ലയദുനു, നിശ്ചയമായും അള്ളാഹു അടുത്തു വരും. അള്ളാഹു ഈ ഭൂമിയോട് ഒന്നാം ആകാശത്തിലേക്ക്, ഭൂമിയിലേക്കുള്ള അടുത്തുള്ള ആകാശത്തിലേക്ക് അള്ളാഹു ഇറങ്ങി വരുന്ന, അടുത്തു വരുന്ന ദിവസമാണത്. സുമ്മ യുബാഹി ബിഹിമുൽ മലായിക, എന്നിട്ട് മലക്കുകളോട് അഭിമാനത്തോടു കൂടി പറയുന്ന ദിവസമാണത്. അതെ, ഫയഖൂൽ മാ അറാദ ഹഉലായി, എന്താണോ അവൻ ആഗ്രഹിച്ചത് അത് അവർക്കുണ്ട് എന്ന് അള്ളാഹു പറയുമെന്ന. നോക്കൂ നിങ്ങൾ, അത്രമാത്രം മഹത്തരമായിട്ടുള്ള ഒരു സുദിനമാണ് അറഫ ദുൽഹിജ്ജ 9 എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഈ സുദിനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ധാരാളമായി കൊണ്ട് പ്രാർത്ഥനകൾ അധികരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അറഫയിലുള്ള പ്രാർത്ഥന, അവിടെ ഹാജിമാർ ഒരുമിച്ച് കൂടുന്നത്, അവർ പ്രാർത്ഥിക്കുന്നത്, ഹജ്ജ് എന്ന് വെച്ചാൽ പ്രാർത്ഥനയാണ്, മെയിൻ ആയിട്ട് അവിടെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയ്ക്ക് വലിയ ശ്രേഷ്ഠതയുണ്ട്. ഈ ദിവസത്തിൽ നമ്മളും, നമ്മുടെ നാട്ടിലാണെങ്കിലും ശരി, നമ്മളും പ്രാർത്ഥിക്കുക. ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ, ഏറ്റവും നല്ല പ്രാർത്ഥന അറഫയിലെ പ്രാർത്ഥനയാണ് എന്ന്, ആ അറഫ ദിനത്തിലെ പ്രാർത്ഥനയാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, അഫ്ളലു ദുആഇ ദുആഉ യൗമി അറഫ, ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള പ്രാർത്ഥന അറഫ ദിനത്തിലെ പ്രാർത്ഥനയാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ധാരാളം പ്രാർത്ഥനകളും ദിക്റുകളും ഒക്കെ അധികരിപ്പിക്കേണ്ട സുദിനമാണ് അറഫ ദിനമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, ഈ അറഫ ദിനത്തിൽ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അറഫ ദിനത്തിലെ നോമ്പ് എന്നുള്ളത്. ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള, ഏറ്റവും പുണ്യകരമായിട്ടുള്ള നോമ്പാണ് അറഫ നോമ്പ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി, സുയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനതല്ലതി ഖബലഹു വസ്സനതല്ലതി ബഅദഹു. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അറഫ ദിനത്തിലെ നോമ്പുണ്ടല്ലോ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് കഴിഞ്ഞു പോയ ഒരു വർഷത്തിലെയും വരാനിരിക്കുന്ന ഒരു വർഷത്തിലെയും പാപങ്ങളെ, ചെറിയ ദോഷങ്ങളെയൊക്കെ അള്ളാഹു പൊറുത്തു തരുന്ന ആ നോമ്പാണ് ആ അറഫയിലെ ദുൽഹിജ്ജ 9 നോമ്പ്. മറ്റൊരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയും, കാന യസൂമു തിസ്അ ദുൽഹിജ്ജ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹിജ്ജ 9 ആ അറഫ ദിനത്തിന്റെ അന്ന് നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്ന ഹദീസും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പല ആളുകൾക്കിടയിലും വസ്വാസാണ്. എന്താണ്, എപ്പോഴാണ് അറഫ നോമ്പെടുക്കേണ്ടത്? അവിടെ ആളുകൾ, ഹാജിമാർ അറഫയിൽ ഒരുമിച്ച് കൂടുമ്പോഴല്ലേ നമ്മൾ അറഫ നോമ്പെടുക്കേണ്ടത്? കാരണം ആ ഹാജിമാരോടുള്ള ഐക്യദാർഢ്യമല്ലേ അറഫ എന്ന്. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഐക്യദാർഢ്യം എന്നൊക്കെ അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്. ഹാജിമാർക്കുള്ള ഐക്യദാർഢ്യം എന്നുള്ള ആ അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ദുൽഹിജ്ജ 9 അന്നാണ് അറഫയുള്ളത്. ആ ദുൽഹിജ്ജ 9 എന്നാണോ അന്നാണ് നോമ്പെടുക്കേണ്ടത്. വളരെ കൃത്യമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചത്. അത് തന്നെയാണ് പ്രായോഗികമായിട്ടുള്ളതും പ്രാമാണികമായിട്ടുള്ളതും. പല ആളുകളും പറയാറുണ്ട്, അവിടെ അറഫയിൽ ഹാജിമാർ നിൽക്കുമ്പോഴാണ് നമ്മളവിടെ നോമ്പെടുക്കേണ്ടതെന്ന്. പ്രിയപ്പെട്ടവർ, അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ അത് എല്ലായിടത്തും പ്രായോഗികമാവൂല. കാരണം ഒരു ചന്ദ്രപ്പിറവി ഒരു സ്ഥലത്ത് കണ്ടാൽ പോരാ, മറിച്ച് ഓരോ നാട്ടിലും, ഓരോ ലോകത്തും, ഓരോ സമയത്തും വ്യത്യസ്ത അവസ്ഥകളാണ്. ഹാജിമാർ അവിടെ ഒരുമിച്ച് കൂടുമ്പോൾ അന്ന് നോമ്പെടുക്കുക എന്ന് പറയുമ്പോൾ
ലോകത്തെ എല്ലാ സ്ഥലത്തും ഒരേപോലെയുള്ള അവസ്ഥകളല്ലല്ലോ. ചില സ്ഥലത്ത് അന്ന് രാത്രിയാണ്, ആ സമയത്ത് രാത്രിയാണോ അവർ നോമ്പെടുക്കേണ്ടത്? അല്ലല്ലോ. അപ്പൊ അത് പ്രായോഗികമല്ല. പ്രായോഗികമായിട്ടുള്ളത് ദുൽഹിജ്ജ 9 എന്നാണോ നമ്മുടെ നാട്ടില് അന്ന് നോമ്പെടുക്കുക എന്നുള്ളതാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടിൽ ദുൽഹിജ്ജ 9 എന്നുള്ളത് ഞായറാഴ്ചയാണ്. ഞായറാഴ്ചയാണ് നമ്മൾ ആ നോമ്പെടുക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലായിരിക്കും ദുൽഹിജ്ജ 9-നാണല്ലോ നോമ്പെടുത്തത്. പ്രവാചകൻ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. ദുൽഹിജ്ജ 9-ന് പ്രവാചകൻ നോമ്പെടുക്കാറുണ്ടായിരുന്നു. അല്ലാതെ ആ ഹാജിമാർക്ക് ഐക്യദാർഢ്യമായിക്കൊണ്ട് നിങ്ങൾ നോമ്പെടുക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കൃത്യമായിക്കൊണ്ട് പ്രമാണത്തോട് ചേർന്ന് നിൽക്കുന്നത് അതാണ് കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആളുകൾ ഇങ്ങനെ യുക്തി കൊണ്ട് ബുദ്ധി കൊണ്ടൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അല്ലെ. അറഫ അവിടെ ഹാജിമാർ ഒരുമിച്ച് കൂടുമ്പോഴാണല്ലോ നമ്മൾ നോൽക്കേണ്ടതെന്നൊക്കെ പറയാം അല്ലെ. അവ ഇസ്ലാം ഒരിക്കലും നമ്മൾ മനസ്സിലാക്കുക, ഇസ്ലാം യുക്തിക്ക് അനുസരിച്ചായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ യുക്തി നോക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും എങ്കിൽ പ്രവാചക മഹാനായിട്ടുള്ള ഉമർ റളിയല്ലാഹു പറഞ്ഞല്ലോ, അങ്ങനെ ആയിരുന്നെങ്കിൽ ഹുഫയുടെ അടിയിലാണല്ലോ തടവേണ്ടിയിരുന്നത്. പ്രവാചകൻ എന്താ പഠിപ്പിച്ചത്? ഹുഫയുടെ മുകളിൽ തടവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് അല്ലെ. അടിയിലല്ലേ മണ്ണും പൊടിയൊക്കെ ഉണ്ടാകും. നമ്മൾ യുക്തി കൊണ്ട് ചിന്തിക്കുകയാണ് ഒരാള്. ഹുഫ തടവുമ്പോ എന്തിനപ്പം മുകളിൽ തടവുന്നത്? അടിയിലല്ലേ മണ്ണും ചളിയൊക്കെ ഉണ്ടാകുക. എന്നാൽ അടിയിൽ തടവിക്കൂടെ? പ്രവാചകൻ എന്താ പഠിപ്പിച്ചത്? അല്ല, ഹുഫയുടെ മുകളിൽ തടവുക, ബൂട്ട്സിന്റെ മുകളിൽ തടവുക. അതാണ് ഉമർ റളിയല്ലാഹു പറഞ്ഞത്. ഇസ്ലാം യുക്തിക്ക്, ആ യുക്തി മാത്രമാണ് അടിസ്ഥാനമാക്കിയുള്ള മതമാണെങ്കിൽ ഹുഫയുടെ അടിയിലായിരുന്നു തടവേണ്ടത്. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പഠിപ്പിച്ചത്, പരിശുദ്ധ ഇസ്ലാം എന്താണോ പഠിപ്പിച്ചത്, അതാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസികളെ നമുക്ക് സ്വീകരിക്കുവാൻ ബാധ്യതയായിട്ടുള്ളത് എന്ന് കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ആ വസ്വാസിലേക്കൊന്നും നമ്മൾ പോകേണ്ടതില്ല. ദുൽഹിജ്ജ 9 അത് കൃത്യമാണ്. ആ ദുൽഹിജ്ജ 9-ന്റെ അന്നാണ് നമ്മൾ അറഫ നോമ്പെടുക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദിവസത്തിൽ ധാരാളം തഹ്ലീലുകളും തക്ബീറുകളും ഒക്കെ അധികരിപ്പിക്കുവാൻ പ്രത്യേകം ആവശ്യപ്പെട്ടത്, പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അഫ്ളലു മാ ഖുൽതു അന വന്നബിയൂന അശിയത അറഫ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, അഫ്ളലു മാ ഖുൽതു അന വന്നബിയൂൻ, ഞാനും നബിമാരും പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള കാര്യം അശിയത അറഫ, അറഫയുടെ ദിവസം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്ർ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. രാവിലെയും വൈകുന്നേരം പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒക്കെ നമ്മൾ ചൊല്ലാറുള്ള ദിക്റാണ്. ഈ ദിക്ർ അറഫയുടെ അന്ന് ധാരാളമായി കൊണ്ട് അധികരിപ്പിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള ആ ദിക്ർ ധാരാളമായി കൊണ്ട് ചൊല്ലുക. പ്രാർത്ഥന നിർഭരമായിട്ടുള്ള മനസ്സുമായി കൊണ്ട് കഴിഞ്ഞുകൂടുക. നമസ്കാരത്തിന്റെ കാര്യവും അതുപോലെ തന്നെ സുന്നത്തായിട്ടുള്ള കാര്യങ്ങളും എല്ലാം വളരെ കൃത്യമായി കൊണ്ട് എടുത്തുകൊണ്ട് ഈ പുണ്യകരമായിട്ടുള്ള ശ്രേഷ്ഠകരമായിട്ടുള്ള ഈ സുദിനങ്ങളിൽ നാം കഴിഞ്ഞുകൂടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പുണ്യങ്ങളും, ഈ സുദിനങ്ങളുടെ മുഴുവൻ പുണ്യങ്ങളും നേടിയെടുക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വലാഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സർവ്വലോകരക്ഷിതാവും അളവറ്റ ദയാപരമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ മാർഗനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പ്രത്യേകം സൂക്ഷിച്ചുകൊണ്ട് തെക്കുള്ളവരായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസി സമൂഹം ഏറെ ശ്രേഷ്ഠകരമായിട്ടുള്ള ഈ സുദിനങ്ങളിലൂടെ മുന്നോട്ട് പോയി നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള 2 ആഘോഷങ്ങളിൽ ഒന്നായിട്ടുള്ള ഈദുൽ അദ്ഹയിലേക്കാണ്, അഥവാ
യൗമുൻ നഹറിലേക്ക്, ബലിപെരുന്നാളിന്റെ സുദിനത്തിലേക്കാണ് വിശ്വാസികൾ ഇൻഷാ അല്ലാഹ് ഈ തിങ്കളാഴ്ച പ്രവേശിക്കുന്നത്. ഒരുപാട് മഹത്വമുള്ള സുദിനമാണ് ഈദുൽ അദ്ഹയുടെ സുദിനം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്ന അഅ്ളമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വ തആല യൗമുൻ നഹർ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും അല്ലാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠകരമായിട്ടുള്ള ദിനമാണ് യൗമുൻ നഹർ, ആ ബലിയുടെ ദിനമെന്ന്. യൗമു ഈദുൽ അദ്ഹ, ഈദുൽ അദ്ഹയുടെ സുദിനമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വിശ്വാസികളായിട്ടുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള പരിശുദ്ധ ഇസ്ലാം നമ്മോട് പറഞ്ഞിട്ടുള്ള എല്ലാ മര്യാദകളും പാലിക്കുവാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. നമുക്കറിയാം, പെരുന്നാൾ എന്ന് പറയുമ്പോൾ സന്തോഷത്തിന്റെ സുദിനമാണ്, അല്ലെ? അനുവദിക്കപ്പെട്ട, ഹറാമല്ലാത്ത, പരിധി ലംഘിക്കാത്ത, പരിശുദ്ധ ഇസ്ലാമിന്റെ അതിർവരമ്പ് ലംഘിക്കാത്ത എല്ലാ സന്തോഷങ്ങളും നമുക്ക് ആകാവുന്നതാണ്. പുതിയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നമ്മൾ ഈദിലേക്ക്, ഈദ് മുസല്ലയിലേക്ക്, പള്ളിയിലേക്കൊക്കെ നമ്മൾ പോകും, അല്ലെ? പുതിയ വസ്ത്രമില്ലെങ്കിൽ ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായിട്ടുള്ളത്. വസ്ത്രം ധരിക്കുമ്പോഴൊക്കെയുള്ള പ്രാർത്ഥനകൾ മറന്നു പോകാതിരിക്കുക. ആ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ പുതുവസ്ത്രമൊക്കെ ധരിച്ച് ഈദ് മുസല്ലയിലേക്ക് നമ്മൾ പോകേണ്ടത്. കുളിച്ച് പുരുഷന്മാർ സുഗന്ധമൊക്കെ പൂശി ആണ് ആ ഈദ് നമസ്കാരത്തിന് വേണ്ടിയിട്ട് പോകേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നമസ്കാരം ഈദ്ഗാഹുകളിൽ വെച്ചാണ് നടന്നത്. നമുക്കറിയാം, ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് ഈദ്ഗാഹുകൾ നടക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് മഴ തുടങ്ങിയിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പള്ളിയിൽ വെച്ചുകൊണ്ടാണ് ഈദ് നമസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മഴ ഉള്ള ഒരു സാഹചര്യമായതുകൊണ്ട് പലപ്പോഴും നമ്മുടെ നാട്ടിലൊന്നും ഈദ്ഗാഹ് ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് പള്ളിയിലാണ് ഈദ് നമസ്കാരത്തിന് വേണ്ടിയിട്ട് വിശ്വാസികൾ ഒരുമിച്ച് ഈ സമയത്ത് നമ്മൾ ഒരുമിച്ച് കൂടുക. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ നമ്മൾ മുസല്ലയിലേക്ക് പോവുക. ഒരു ജാഗ്രത, ഒരു ശ്രദ്ധ ആ വിഷയത്തിൽ പ്രത്യേകം ഉണ്ടാകുക. നേരത്തെ തന്നെ അവിടേക്ക് എത്തുവാനും അവിടെ സ്ഥലം പിടിക്കുവാനും ഒക്കെ നമ്മൾ തയ്യാറാകുക. തക്ബീറുകൾ ചൊല്ലിക്കൊണ്ട്, ഉറക്കെ തക്ബീറുകൾ മുഴക്കിക്കൊണ്ടാണ് ഈദ് നമസ്കാരത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത്. സ്ത്രീകളും കുട്ടികളും ഒക്കെ ആ നമസ്കാരത്തിൽ പങ്കെടുക്കുക. മുസല്ലയിലേക്ക് നടന്നു പോകൽ പ്രത്യേകം സുന്നത്താണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, അല്ലെ? 2 വഴി സ്വീകരിക്കുക, നടന്നു പോകുന്നത് ഒരു വഴിക്കും തിരിച്ചു വരുന്ന മറ്റൊരു വഴിക്കുമാക്കുക. ഇതൊക്കെ പ്രവാചകന്റെ സുന്നത്തായിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ട, ഈദുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ്. തക്ബീറുകൾ ചൊല്ലാം, തക്ബീറുകൾ നിരന്തരമായി കൊണ്ട് ചൊല്ലിക്കൊണ്ടിരിക്കുക. അയ്യാമു തശ്രീഖ് അസ്ർ വരെ, ദുൽഹിജ്ജ 11, 12, 13 അസ്ർ വരെ നമുക്ക് തക്ബീറുകൾ ചൊല്ലാവുന്നതാണ്. ചെറിയ പെരുന്നാൾ പോലെയല്ല. പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാലും നമുക്ക് ആ തക്ബീറുകൾ നമ്മുടെ ചുണ്ടുകളിൽ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഏറ്റവും പുണ്യകരമായിട്ടുള്ള കാര്യമാണ് നഹർ, ദബ്ഹ് എന്ന് പറയുന്നത്. ഈദുൽ അദ്ഹയിലെ ബലികർമ്മം. നമ്മളൊക്കെ അതിന് സാക്ഷികളാകുക. അതിങ്ങനെ അവിടെ നടക്കുക, അതൊരു ചടങ്ങായിട്ട് മാറുന്ന ഒരു രീതിയുണ്ട്. അല്ല, നമ്മൾ അതിൽ പങ്കെടുക്കണം. കാരണം അള്ളാഹുവിന്റെ റസൂല് ബലി പെരുന്നാളിന്റെ അന്ന് ചെയ്ത കാര്യങ്ങൾ, സ്വല്ലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമുൻ നഹർ, ബലി പെരുന്നാൾ സുദിനത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നമസ്കരിച്ചു. സുമ്മ ഖത്വബ, ജനങ്ങൾക്ക് ഖുത്ബ നിർവഹിച്ചു. സുമ്മ ദബഹ, പിന്നീട് ബലിയെറുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ബലികർമ്മത്തിന് നമ്മൾ സാക്ഷികളാകുക, അവിടെ ഹാജരാവുക എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കുക. അതിന്റെ മാംസ വിതരണം, അത് പാവപ്പെട്ട ആളുകൾക്കൊക്കെ നമ്മൾ അത് വിതരണം ചെയ്യുക. അത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്കും അത് നൽകാവുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ബന്ധങ്ങൾ സുദൃഢമാക്കുക, രോഗികളെ സന്ദർശിക്കുക, കൂട്ടുകുടുംബങ്ങളെ സന്ദർശിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ പെരുന്നാൾ ആഘോഷമെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ പെരുന്നാൾ ആഘോഷം അത് തെക്കുവയുടെ ഭാഗമാണ്, അത് ആരാധനയുടെ ഭാഗമാണ്, അത് ഇബാദത്താണ്. അതൊരിക്കലും അതിര് വിട്ടു പോകാൻ പാടില്ല, അതിര് ലംഘിക്കാൻ പാടില്ല. ഇസ്ലാമിന്റെ നിയമങ്ങളെ, ഇസ്ലാമിന്റെ മൂല്യങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു ബലി പെരുന്നാൾ, ഒരു ആഘോഷം നമുക്ക് പാടുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക. പ്രത്യേകിച്ച് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന, പീഡനങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനകൾ ഈ അറഫ ദിനത്തിലും ബലി
ബലിപെരുന്നാളിന്റെ സുദിനങ്ങളിലും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം, അല്ലേ? നമുക്കതല്ല അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാനുള്ളൂ. പ്രത്യേകിച്ച് ഫലസ്തീനിലൊക്കെയുള്ള നമ്മുടെ പിഞ്ചോമനകൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ, അവിടെ പോരാടിക്കൊണ്ടിരിക്കുന്ന, ജന്മനാടിന് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന, പരിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആ ജനതയ്ക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനകൾ ഈ സുദിനങ്ങളിൽ, ഈ ശ്രേഷ്ഠകരമായിട്ടുള്ള സുദിനങ്ങളിൽ നമ്മൾ നിർവഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യങ്ങളൊക്കെ നേടിയെടുക്കുവാനും ഏറ്റവും നല്ല രീതിയിൽ ബലിപെരുന്നാൾ ആഘോഷിക്കുവാനും തൗഫീക്ക് ലഭിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥാ, നമ്മൾ ഒന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള മുഴുവൻ പാപങ്ങളും ഞങ്ങൾക്ക് ഇനി വിട്ടുപുറത്ത് മാപ്പാക്കി തരണ റഹ്മാനെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, സഹോദരി സഹോദരന്മാർ, അള്ളാഹുവെ അവരുടെ ഖബറിനെ വിശാലമാക്കി കൊടുക്കണം റഹ്മാനൻ. അവർക്ക് ഇനി മഅഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണം നാഥാ. അള്ളാഹുവെ, നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട്, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട്. അള്ളാഹുവെ, അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനൻ. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ, വിശിഷ്ട ഫലസ്തീനിലൊക്കെ ഇസ്ലാമിന്റെ പേരിൽ, മുസ്ലിം ആയതിന്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് ഈ സുദിനങ്ങൾ അള്ളാഹുവെ എല്ലാവിധ ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കണം നാഥ. അള്ളാഹുവെ, നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോയിട്ടുള്ള നമ്മുടെ ഹജ്ജിമാർ, അള്ളാഹുവെ, അവർക്ക് മഖ്ബൂലും മബ്റൂറുമായിട്ടുള്ള ഹജ്ജ് കർമ്മം നിർവഹിച്ച് പരിപൂർണ ആഫിയത്തോടു കൂടി കുടുംബങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം നാഥ. അല്ലാഹുമ്മ അഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم انصر المسلمين في فلسطين، اللهم انصر المسلمين في فلسطين، اللهم انصر المسلمين في فلسطين، اللهم انصر المسلمين في كل مكان، اللهم انصر المسلمين في كل مكان، اللهم انصر المسلمين في كل مكان. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.